താനൂരിന് നഷ്ടപ്പെട്ട 10 വർഷങ്ങൾ എന്ന മുദ്രാവാക്യമുയർത്തി മുസ്ലിം ലീഗ് സംഘടിപ്പിക്കുന്ന ജനകീയ വിചാരണയാത്ര താനൂരിൽ ചർച്ചയാകുന്നു. താനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം പ്രസിഡന്റ് മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന ജാഥ 4 ദിവസം പിന്നിട്ടതോടെ രാഷ്ട്രീയ ചർച്ചകളും ചൂടുപിടിച്ചു തുടങ്ങി. 15-ന് ചെറിയമുട്ടം പഞ്ചായത്തിലാണ് ജാഥയുടെ സമാപനം. 4ാം ദിവസത്തെ പര്യടനം ഒഴൂരിലെ കുറുവട്ടിശ്ശേരിയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം PK പോക്കർ ഹാജി ജാഥ ക്യാപ്റ്റന് പതാക കൈമാറി ഫ്ളാഗ് ഓഫ് ചെയ്തു. അപ്പോൾ जिंदाबाद मुस्लिम लीग 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 जिंदाबाद താനൂരിൽ വി അബ്ദുറഹ്മാൻ MLA ആയതിനു ശേഷമുണ്ടായ മണ്ഡലത്തിന്റെ നഷ്ടങ്ങളും വികസന പോരായ്മകളും ചൂണ്ടിക്കാണിച്ചാണ് ലീഗ് ജാഥ നടത്തുന്നത്. താനൂരിലെ നഷ്ടങ്ങൾ ജാഥയിൽ അക്കമിട്ട് നിരത്തുന്നുണ്ട്. നടപ്പാകാതെ പോയ വാഗ്ദാനങ്ങളും വിവരിക്കുന്നു. ജാഥ വലിയ മുന്നേറ്റത്തിന് കാരണമായതായും CPIM കേന്ദ്രങ്ങളെ വിറളി പിടിപ്പിച്ചതായും ജാഥ ക്യാപ്റ്റൻ മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ. ഇവരുടെ മാനിഫെസ്റ്റോ 2016 മാനിഫെസ്റ്റോ നിങ്ങളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പിന്നെ താനൂർ ഏറ്റവും ഒരു ദാരിദ്ര്യം പിടിച്ച രാജ്യമാണെന്നും ആ ദാരിദ്ര്യം പിടിച്ച ആളുകൾ കുടിവെള്ളം ഇല്ലായിരുന്നു, ഞങ്ങൾ വന്നാൽ ഇതാ കുടിവെള്ളം ശരിയാക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 10 വർഷം കഴിഞ്ഞിട്ട് ഇനിയും ഞങ്ങളിതാ ശരിയാക്കും, ഒരു 5 കൊല്ലം കൂടി വേണമെന്നുള്ള രീതിയിലാണ് നിങ്ങളെ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മണ്ഡലം ഒരു ഊതി വീർപ്പിച്ച ബലൂണാണെന്നും ഈ മണ്ഡലത്തിലെ ജനപ്രതിനിധി ആ നിലക്കുള്ള ഒരു ബലൂണാണെന്നും ഒരു സൂചി കൊണ്ടൊന്ന് കുത്തിയപ്പോൾ ആ ബലൂൺ പൊട്ടി എന്നുള്ളതാണ് ഇപ്പോൾ CPM ഒരു ജാഥയായിട്ട് ഇറങ്ങി. സത്യത്തിൽ നമ്മൾ ഈ ജാഥ 4 ദിവസം എന്ന് പറഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞു. താനൂർ കഴിഞ്ഞു, താനാളൂർ കഴിഞ്ഞു, നെടുമരുന്നൂർ കഴിഞ്ഞു. ഇപ്പൊ ഇന്നലെയാണ് പുതിയ ഒരു അനൗൺസ്മെന്റ് CPMന്റെ ഭാഗത്ത് കാണുന്നത്. പറയാം, എല്ലാ മണ്ഡലങ്ങളിലും വികസന മുന്നേറ്റ ജാഥ എന്ന് പറഞ്ഞുകൊണ്ട് CPM നടത്തിയിരുന്നു. ഈ മണ്ഡലത്തിലും അങ്ങനെ ഒരു ജാഥ പ്രഖ്യാപിച്ചിരുന്നു. എല്ലാ പഞ്ചായത്തുകളും നടന്നോ എന്നുള്ളത് ചോദിച്ചാൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. സത്യത്തിൽ അതാത് മണ്ഡലത്തിലെ ക്യാപ്റ്റൻ അതാത് മണ്ഡലങ്ങളിലെ MLA ആണ്. താനൂർ മണ്ഡലത്തിലെ ക്യാപ്റ്റനായ മന്ത്രി പല സ്ഥലങ്ങളിലും ഈ പരിപാടിക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ പുതുതായിട്ടൊരു ജാഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് പിന്നെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ജാഥ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ടു. മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത് ഈ ജാഥ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രഖ്യാപിച്ച ഈ ജാഥ ജനങ്ങൾ സ്വീകരിച്ചു എന്നും അതിനെതിരെ ഒരു ജാഥ സംഘടിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് CPM എത്തിയിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ജാഥ ജനങ്ങളെ സ്വീകരിച്ചു. നമുക്കറിയാം, മുഖ്യ ചാനലുകളടക്കം താനൂരിൽ വന്നുകൊണ്ട് എന്താണ് താനൂരിൽ ഇത്ര പിന്നോക്കാവസ്ഥ, ഒരു മന്ത്രി ആയിട്ട് പോലും എന്നുള്ള ഒരു പരിശോധന നടന്നുകൊണ്ടിരിക്കും. ഇന്നലെ 1-2 ചാനലുകളൊക്കെ കനോലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ റിപ്പോർട്ട് ചെയ്തു. പിന്നെ വേറൊരു ചാനൽ തന്നെ അവർ കായിക വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മണ്ഡലത്തിനകത്തുള്ള 8ഓളം ആളുകൾ സംസ്ഥാന ദേശീയ തലത്തിൽ പിന്നെ കഴിവ് തെളിയിച്ച താരങ്ങൾക്ക് മന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള അവഗണനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടുകൾ നടത്തുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ജാഥ മുസ്ലിം ലീഗ് നടത്തുമ്പോൾ പല ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ പറയപ്പെട്ട കഴിഞ്ഞ 10 വർഷക്കാലം ഇദ്ദേഹം അവകാശപ്പെട്ടത് മുഴുവൻ കൊള്ളയാണ് എന്നുള്ളതാണ്. ഒഴൂർ പഞ്ചായത്തിലെ പര്യടനം അയ്യായയിൽ സമാപിച്ചു. സമാപന സമ്മേളനം കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. റഷീദ് വേങ്ങളം മുഖ്യപ്രഭാഷണം നടത്തി. ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് PP ഹാരിഫ്, വൈസ് ക്യാപ്റ്റന്മാരായ MP അഷ്റഫ്, നൂഹ് കരിങ്കപ്പാറ, ജാഥ മാനേജർ KC ബാവ, മണ്ഡലം ഭാരവാഹികളായ അഡ്വക്കേറ്റ് PP റഹൂഫ്, TP റസാഖ്, യൂസഫ് കല്ലേരി, B സൈദലവി ഹാജി, I അഷ്റഫ്, സൈദലവി ഹാജി, ജാബിർ കരിങ്കപ്പാറ, PK ബാവ ഹാജി, K സലാം, കൊടിയേങ്ങൽ ഷാഫി, നെച്ചിക്കാട്ടിൽ ഉബൈദ്, KV മൊയ്തീൻകുട്ടി, TPM മുഹ്സിൻ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് AP സൈദലവി, ജനറൽ സെക്രട്ടറി K ഉവൈസ്, ട്രഷറർ T നിയാസ്, VKA ജലീൽ, MSF ജില്ലാ ട്രഷറർ KN ഹക്കീം തങ്ങൾ, P അഷ്റഫ്, AM യൂസഫ്, സൈദലവി തൊട്ടിയിൽ, MSF മണ്ഡലം പ്രസിഡന്റ് ജാഫർ ചാഞ്ചേരി, സമീർ ചിന്നൻ, അയ്യൂബ് മീനടത്തൂർ, Y സൽമാൻ, പറപ്പാത്തിയിൽ അബ്ദുൾ റഹ്മാൻ, ലത്തീഫ് ചിറയിൽ, K ബാവ, MV മുഹമ്മദ് കുട്ടി, ഷിഹാബ് അപ്പത്തിൽ, ഇസ്മായിൽ അയ്യായ, സുബൈർ കക്കോടി, MT സിദ്ദിഖ്, ഗഫൂർ പുൽപ്പറമ്പ്, NP അസറുദ്ദീൻ, ജംഷീർ അപ്പാട, സലീം ഒഴൂർ, അഷ്റഫ് തലക്കട്ടൂർ, നവാസ് ഒഴൂർ, K ഹാസിഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
എഡിറ്റർ ലൈവ് ഒഴൂർ. ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, കാർഗോ, ലോജിസ്റ്റിക്സ്, ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് വേൾഡ് വൈഡ് ടോപ്പ് 10 ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9388221922. ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള 3-year ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.